ചാച്ചാ കരി എന്തോ ഇതില്ലേ എന്തുവാ അത് ഇന്ന് പിന്നെ മിഥുനം 32 മിഥുനം മാസം 32 ഇന്ന് കലിയനെ വിളിക്കുന്ന ദിവസം. പണ്ട് കാലങ്ങളിൽ ഇന്ന് ഈ മാവിൻ്റെ വേട്ടും പിലാവിൻ്റെ വേട്ടല്ലോ വാഴക്കൈൻ്റെ മുകളിൽ ഏണി വെക്കും. ഏണി ഉണ്ടാക്കും വാഴക്കൈ കൊണ്ട്. വാഴക്കൈ കൊണ്ട് ഏണി ഉണ്ടാക്കും. എന്നിട്ട് അതിങ്ങനെ ചാരി വെക്കും. അതിൻ്റെ മുകളിൽ വിളക്കത്തിരിയെല്ലാം കത്തി, അതിൻ്റെ ചുവട്ടിൽ വിളക്കത്തിരിയെല്ലാം കത്തി വെച്ച് അവിടുന്ന് വിളക്ക് കത്തിച്ച് സന്ധ്യക്ക് 7 മണിക്ക് അങ്ങനെ വീട്ടിന് ചുറ്റും പറമ്പിലിങ്ങനെ ഓടും. എല്ലാവരും കലിയ എല്ലാവരും ചെറിയ കുട്ടികൾ വലിയോലും ഓടുന്നുണ്ടാവും. കലിയ ചക്കയും മാങ്ങയും പൊന്നും കൊണ്ടിട്ടൂടോന്ന് പറഞ്ഞിട്ടാ ഓടുക. പൊന്നും വിളക്കും കൊണ്ടിട്ടൂടോന്ന് പറഞ്ഞിട്ട് പൊന്നും വിളക്കും കൊണ്ടിട്ടൂടോന്ന് പറഞ്ഞിട്ടാ ഓടുക. രാത്രി വിളക്ക് കത്തിക്കുന്ന സമയത്ത് അന്നേരം ചൂട്ട് വച്ചിട്ട് ഇങ്ങനെ 4 ഓടുക ചുറ്റും. പക്ഷെ ഇന്നതിനുള്ള സൗകര്യം ഇല്ല. അതെ, അതാ പറഞ്ഞേ. അതല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. രാവിലെ നടന്ന ഞങ്ങളുടെ സംസാരത്തിനിടയിൽ വന്ന ഒരു വീഡിയോ ആണ്. രാവിലെ ഞാനും അമ്മയും ലാലോടനും ചായ കുടിക്കുന്നതിനിടയിൽ ഞങ്ങളിങ്ങനെ കർക്കിടകത്തിനെ പറ്റിയിട്ടുള്ള സംസാരിച്ച് അന്നേരം ഇങ്ങനെ അമ്മയും പറഞ്ഞ് ഇങ്ങനെ പണ്ടിങ്ങനെ ചെയ്ത കുറേ കാര്യങ്ങൾ ഞാനും എന്തെല്ലോ ചെയ്തിട്ടുണ്ട്, അതും എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനും പറഞ്ഞ്. അന്നേരം അമ്മ പറഞ്ഞ് നമുക്ക് വൈകുന്നേരം സാൻവിനെ കൊണ്ട് മഴയൊന്നുമില്ലെങ്കിൽ ഇതൊന്ന് ചെയ്യിച്ചാലോ. അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ സാൻവി വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സാൻവിനോട് പറഞ്ഞു, സാൻവി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ കൂടുതൽ വിവരം അറിയണമെങ്കിൽ അച്ചാച്ചനോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അച്ചാച്ചൻ സാൻവിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാൻവി സ്കൂളെല്ലാം വിട്ട് വന്ന സമയത്ത് ആകുമ്പോഴത്തേക്ക് അമ്മ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം മെയിൻ ആള് അമ്മയാണ്. അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ അമ്മ എല്ലാം സെറ്റാക്കി കൊടുത്ത് അച്ഛൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സാൻവി അത് ഉണ്ടാക്കുന്നതാണ്. അച്ഛനാണ് ഉണ്ടാക്കുന്നത്, സാൻവിയും കൂടെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വാഴക്കൈയിൽ അതിൻ്റെ തണ്ടിൽ ഈർക്കിൾ കുത്തിയിട്ട് ഏണി പോലെ ആക്കും. എന്നിട്ട് നമ്മുടെ പറമ്പിലുള്ള മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ചുവട്ടിൽ ഇത് കൊണ്ടുവച്ചിട്ട് ചൂട്ട കത്തിച്ച് സന്ധ്യക്ക് ചൂട്ട കത്തിച്ചിട്ട് കലിയ ചക്കയും മാങ്ങയും കൊണ്ടോട്ടോ പൊന്നും വിളക്കും കൊണ്ടോട്ടോ എന്ന് പറയും. അത് ഇവിടുത്തെ ആചാരമാണ്. ഞാനിതിങ്ങനെ വെക്കുന്നൊരു രീതി എൻ്റെ അങ്ങെല്ലാം കണ്ടിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ചൂട്ടയും കത്തിച്ചിട്ട് ഓടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആചാരങ്ങളാണ്. ഇപ്പോൾ ഒന്നും അതൊന്നും എവിടെയും കാണാനില്ല. ഇനിയുള്ള വർഷങ്ങളിൽ സാൻവിക്ക് ചെയ്യാനും അല്ലെങ്കിൽ സാൻവിക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മിക്കാനും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പറമ്പിൽ തന്നെ മാവും പ്ലാവും ഒന്നുമില്ല. അപ്പോൾ ഉള്ളൊരു പ്ലാവിൽ സാൻവി ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ ഒരു ജനറേഷനിൽ ശേഷം ചിലപ്പം ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സാൻവിക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തരാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇതെന്താണെന്നറിയാൻ. സാൻവിക്ക് എന്തോ ഒരു കളിയെല്ലാം പോലെ തോന്നുന്നുണ്ട്. സാൻവി നമ്മളെ പറമ്പിലുള്ള ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ഇത് കൊണ്ടുവച്ച് ഭയങ്കര മഴയാണ്. ഇന്ന് വൈകുന്നേരം ഒരു 3 മണിക്ക് തുടങ്ങിയ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് സാൻവിയാണ് ഇപ്പം വിളക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ സാൻവി വിളക്കെല്ലാം കൊണ്ടുപോയി വെച്ച് നമ്മൾ മഴ ചോരാൻ കാത്തിരിക്കുന്നതാണ് ചൂട്ട കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട്ടയും കത്തിച്ചിട്ട് ഓടേണ്ടിയിട്ടാണ്. അപ്പോൾ സാൻവി വിളക്കെല്ലാം വെച്ച് വസുകുട്ടനും ഉണ്ട്. കുറച്ചൊന്ന് ഇരുട് വന്ന സമയത്ത് ഞാനും അമ്മയും സാൻവിയും കൂടെ പുറത്തിറങ്ങി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് ചൂട്ടയൊക്കെ കത്തിയിട്ടുണ്ട്. ചൂട്ട കത്തിച്ച് സാൻവി അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഓട്ടം ഓടി. സാൻവിനെ സംബന്ധിച്ചിട്ടും എന്നെ സംബന്ധിച്ചിട്ടും ഇതൊരു പുതിയ അറിവാണ്. എനിക്കിങ്ങനെ ഏണി വെക്കുന്നത് മാത്രമേ എനിക്കറിഞ്ഞോളൂ, ഇങ്ങനെ ഓടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാൻവിക്കും ഇതൊരു പുതിയ അറിവാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരു പുതിയ അറിവാകട്ടെ. സാൻവി ഇത് പിടിച്ചിട്ടുള്ള വീഡിയോസ് ഞാനിതിൽ ചേർക്കുന്നില്ല. ചിലപ്പോൾ യൂട്യൂബ് കണ്ടീഷൻസിന് അത് എതിരായിരിക്കാം, അതുകൊണ്ട് തന്നെയാണ് അത് ചേർക്കാത്തത്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്.